നമസ്കാരം. ഇന്ന് നമ്മൾ രജിസ്ട്രേഷൻ മാനുവൽ എന്ന പരീക്ഷയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാനാണ് എത്തിയിരിക്കുന്നത്. ഈ പരീക്ഷയുടെ പേര് കേരള രജിസ്ട്രേഷൻ മാനുവൽ ആൻഡ് സർക്കുലർ ഓർഡേഴ്സ് പാർട്ട് 1 പേപ്പർ 2 എന്നാണ്. ഇതിനകത്ത് നമ്മുടെ രജിസ്ട്രേഷൻ മാനുവൽ ആൻഡ് സർക്കുലർ ഓർഡേഴ്സ് എന്ന 33 അധ്യായങ്ങളുള്ള 949 മാനുവൽ ഓർഡേഴ്സ് അടങ്ങിയ ഒരു പുസ്തകത്തിലെ വിശേഷങ്ങളെ ഒന്ന് ഓടിച്ച് എത്തി നോക്കുകയാണ്. ഇതോടൊപ്പം തന്നെ 16 അപ്പൻഡിസസ് അടങ്ങിയ രജിസ്ട്രേഷൻ മാനുവൽ വോളിയം 2 പാർട്ട് 1 കൂടി നോക്കേണ്ടതുണ്ട്. ഈ 16 അപ്പൻഡിക്സ് അടങ്ങിയ പുസ്തകത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ഫോംസ്, ലിസ്റ്റുകൾ, സാമ്പിൾ എൻഡോഴ്സ്മെൻറ്റുകൾ, നോട്ടിഫിക്കേഷൻസ് മുതൽ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് വരെ ഉൾപ്പെടുന്നുണ്ട്. EC, LC, CC എന്നിങ്ങനെയുള്ളവയുടെ ഫോമുകൾ, മാതൃക എൻഡോഴ്സ്മെൻറ്റുകൾ, ഓരോ ആധാരങ്ങളുടെയും പുറത്തെഴുത്തുകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം വിശദമായി ഫോമുകളിലും ഇല്ലുസ്ട്രേഷനുമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. ഇതിനകത്ത് ഈ 2 പുസ്തകങ്ങൾ മുഴുവനായിട്ട് ഒരു ക്ലാസ്സിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ഒരു വിശദമായ പഠനത്തിലേക്ക് പോകുന്നില്ല. ഈ പുസ്തകത്തെ വളരെ ലളിതമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നതാണ് ഇന്നെൻ്റെ ലക്ഷ്യം. എൻ്റെ പേര് ദിലീപൻ. ഇതിനു മുമ്പ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. തൊള്ളായിരത്തി ഓർഡേഴ്സ് അടങ്ങിയ രജിസ്ട്രേഷൻ മാനുവലിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിൻ്റെ, ഡിപ്പാർട്ട്മെൻ്റ് തല എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിൻ്റെ ഒരു സമാഹാരമായി തന്നെ കരുതാം. രജിസ്ട്രേഷൻ ആക്ട്, റൂള് എന്നിവ പ്രാവർത്തികമായി നടപ്പാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് രജിസ്ട്രേഷൻ മാനുവൽ. റൂളും ആക്റ്റും ഇതിനെ ഓവർ റൈഡ് ചെയ്യും എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് നേരിട്ട് ഇതിൻ്റെ 33 ചാപ്റ്ററുകളാണ് ഈ രജിസ്ട്രേഷൻ മാനുവലിൽ ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ ആദ്യ ചാപ്റ്റർ, അധ്യായം 1, രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പൊതു സംവിധാനം, ജനറൽ സെറ്റപ്പ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, 1 മുതൽ 27 വരെയുള്ള മാനുവൽ ഓർഡേഴ്സാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതിൽ ആദ്യമായി 1 ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, വകുപ്പ് ആരംഭിച്ച തീയതി. രണ്ടാമതായി ഒബ്ജക്ട്സ് ഓഫ് ദ ലോ ഓഫ് രജിസ്ട്രേഷൻ അഥവാ രജിസ്ട്രേഷൻ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ, ഇതെല്ലാം വിവരിക്കുന്നു. ഇനി MO 3 രജിസ്ട്രേഷൻ വകുപ്പ് ഭരണനിർവഹണം നടത്തുന്ന മറ്റു നിയമങ്ങൾ, അതർ ലോസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നിങ്ങനെ പോകുന്നു. ഇനി ഇതിൽ പറയാവുന്ന മറ്റൊരു കാര്യം MO 5 ആണ്. അത് പവേഴ്സ് ഓഫ് ബോർഡ് ഓഫ് റവന്യൂ ഓവർ ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ റവന്യൂ ബോർഡിന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് മേലുള്ള അധികാരങ്ങളെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നു. അടുത്തതായി ഓർഗനൈസേഷൻ ഓഫ് ദ ഓഫീസ് ഓഫ് ദ ഇൻസ്പെക്ടർ ജനറൽ എന്നതാണ്. അതായത് രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറലുടെ ഓഫീസിൻ്റെ ഘടന. ഇവിടെ മുതൽ
തുടർച്ചയായി ഇനി തുടർന്ന് DIGയുടെ ഓഫീസിൻ്റെ ഘടന, PR ജില്ലാ രജിസ്ട്രാറുടെ ഓഫീസിൻ്റെ ഘടന, അമാൽഗമേറ്റഡ് സബ് രജിസ്ട്രാർ ആരാണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ ഘടന, ഇനി സബ് രജിസ്ട്രാർ ഓഫീസുകളുടെ ചുമതലകൾ എന്താണ്, അതിൻ്റെ ഘടന മുതൽ ജോയിൻ്റ് സബ് രജിസ്ട്രാർ ആരാണ്, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണ് എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ മാനുവൽ ഓർഡർ 1 മുതൽ 27 വരെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളുടെ ഒരു ശേഖരമാണ്. ഇത് എല്ലാവരും വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. ഇത് കൃത്യമായി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. അധ്യായം 2 ചാപ്റ്റർ 2. ഇതിൽ മാനുവൽ ഓർഡേഴ്സ് 28 മുതൽ 34 വരെയുള്ള ഭാഗങ്ങളാണ് കവർ ചെയ്യുന്നത്. ഇത് ഓഫീസ് സമയവും ഹാജരും എന്ന തലക്കെട്ടിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ഓഫീസ് അവേഴ്സിനെ കുറിച്ചും, അതായത് ഓഫീസിൻ്റെ പ്രവർത്തന സമയം എങ്ങനെയാണ്, അവിടെ നമുക്ക് ഉച്ചയ്ക്ക് കിട്ടുന്ന ഇടവേള എങ്ങനെയാണ്, അതിൻ്റെ സമയം, പിന്നെ 29 അറ്റൻഡൻസ് രജിസ്റ്റർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അതിനുശേഷം മാനുവൽ ഓർഡർ 30 ഹോളിഡേയ്സ് എങ്ങനെയാണ് നമ്മൾ ഹോളിഡേയ്സ് യൂസ് ചെയ്യുന്നത്, മീൻസ് ഹോളിഡേയ്സ് എങ്ങനെയാണ് വരുന്നത്. അടുത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 31 ലേറ്റ് ലീവാണ്. വൈകി വരുന്നവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അടുത്തത് ഹോളിഡേ വർക്കാണ് 32 ഹോളിഡേയിൽ നമ്മൾ ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതിനൊരു ഉത്തരവ് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. അടുത്തത് 33 നൈറ്റ് വാച്ചാണ്. ഒരു രജിസ്ട്രാർ ഓഫീസും രാത്രികാലങ്ങളിലും പകലാണെങ്കിലും കാവൽ ഉണ്ടായിരിക്കണം എന്നതാണ്. ആയതിനാൽ രാത്രി കാവലിന് ടേൺ അനുസരിച്ച് ഓഫീസ് അറ്റൻഡന്റുമാരെ നിയമിക്കുന്നതും മറ്റുമായുള്ള കാര്യങ്ങളാണ് ഈ നൈറ്റ് വാച്ച് എന്ന 33ാമത്തെ മാനുവൽ ഓർഡർ പറയുന്നത്. 34 ഈ നൈറ്റ് വാച്ചിനെ ആ ഓഫീസ് ഹെഡ് അഥവാ സബ് രജിസ്ട്രാർ വന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ, അത് പരിശോധിക്കുന്നതിൻ്റെ, കൃത്യമായി നൈറ്റ് വാച്ച് നടക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതിനെ സംബന്ധിച്ചും പറയുന്നു. ഇത്രയുമാണ് ഓഫീസ് സമയവും ഹാജരും എന്ന് പറയുന്ന അധ്യായത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്തത് അധ്യായം 3 ചാപ്റ്റർ 3 പ്രസൻറ്റേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്, അതായത് ആധാരങ്ങൾ ഹാജരാക്കാൻ. അതിൽ മാനുവൽ ഓർഡർ 35 മുതൽ 50 വരെയുള്ള മാനുവൽ ഓർഡേഴ്സാണ് അതിലടങ്ങിയിരിക്കുന്നത്. അതിൽ 35 ഹാജരാക്കുന്ന സ്ഥലം, സമയം, ആരാണ് ഹാജരാക്കേണ്ടത് എന്നിവ കുറിച്ച് പറയുമ്പോൾ 37 ഡിഗ്രി ഓർ ഓർഡർ ഓഫ് കോർട്ട്, പ്രസൻറ്റേഷൻ ഓഫ് ആൻഡ് 32, 39 ഒക്കെ അതങ്ങനെ അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്, ഡിഗ്രിയെക്കുറിച്ച്. ഇനി 40 പ്രസൻറ്റേഷൻ ബൈ റോങ് പാർട്ടി ഇൻ റോങ് ഓഫീസ്, അതായത് അനർഹരായ കക്ഷികളോ തെറ്റായ ഓഫീസിലോ ഹാജരാക്കുന്ന ഒരു ആധാരം. അങ്ങനെ ഒരു ആധാരം വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. 41 റെക്ടിഫിക്കേഷൻ ഡീഡ് അഥവാ തെറ്റുതിരുത്തൽ ആധാരങ്ങളെ കുറിച്ച് പറയുന്നു. ആ തെറ്റുതിരുത്തൽ ആധാരങ്ങളെ മറ്റു ആധാരങ്ങളെ പോലെ തന്നെ കാണണം, അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ അതിൽ പറയുന്നു. ഇനി 42 ആക്സെപ്റ്റൻസ് ഓഫ് ഡോക്യുമെൻ്റ് ഇൻ ദ ഓർഡർ ഓഫ് പ്രസൻറ്റേഷൻ എന്നാണ് പറയുന്നത്. അത് 42 43 ആധാരങ്ങൾ സ്വീകരിക്കേണ്ട ക്രമം, സ്ത്രീകളെ, വൃദ്ധജനങ്ങളെ, സുഖമില്ലാത്ത ആൾക്കാരെയൊക്കെ എങ്ങനെ പരിഗണിക്കണം എന്നൊക്കെ കഴിവതും ആധാരങ്ങളെല്ലാം ക്രമപ്രകാരം എടുക്കണമെന്ന് 44 പറയുന്നു. ഇങ്ങനെ പോകുന്നു. 44, 45 ഒക്കെ. 46 എത്തുമ്പോൾ ദ ഡേറ്റ് ഓഫ് ഡോക്യുമെൻ്റ് ആണ്. അത് രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങും മുമ്പേ പരിശോധിക്കേണ്ട വിവരങ്ങളിൽ പെടുന്ന ഒരു കാര്യവുമാണ്.
ഒന്ന് അതിൽ 46A പറയുന്നത് ഡേറ്റ് ഓഫ് ദി ഡോക്യുമെൻ്റ്, ബി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പാർട്ടീസ് ആൻഡ് അറ്റസ്റ്റിംഗ് വിറ്റ്നസ് ദെയർ സിഗ്നേച്ചർ ആൻഡ് അഡീഷൻസ്. ഇതൊക്കെ നമുക്കറിയാം. ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രോപ്പർട്ടി എങ്ങനെ വേണം, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പാർട്ടീസ്, ഇതിലെ കക്ഷികളുടെ പേര്, അതിൻ്റെ അഡീഷൻസ് എങ്ങനെ ചെയ്യണം. അതുപോലെ അതിൽ ഡിയിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റാമ്പ് ഓൺ ബൈ ഇൻസ്ട്രുമെൻ്റ്, മുദ്രവില, ആ കരണത്തിൻ്റെ മുദ്രവില എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇനി 47 പറയുന്നത് കോർട്ട് ഫീ സ്റ്റാമ്പ്സ് ഓൺ ഡോക്യുമെന്റ്സ് എക്സിക്യൂട്ടഡ് ഇൻ പെർസുവൻസ് ഓഫ് ആൻ ഓർഡർ ഓഫ് കോർട്ട് എന്നാണ്. 47 കോടതി ഉത്തരവനുസരിച്ച് എഴുതി ഒപ്പിടുന്ന ആധാരത്തിലെ കോർട്ട് ഫീസ് മുദ്ര. ഈ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതി കൊടുക്കുന്ന ഒരു ആധാരം സ്വീകരിക്കുമ്പോൾ കേരള മുദ്രവില നിയമപ്രകാരം ചുമത്തേണ്ട മുദ്രവിലയ്ക്ക് പുറമെ ആവശ്യമായ കോർട്ട് ഫീസ് മുദ്ര കൂടി ഒട്ടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം രജിസ്റ്ററിംഗ് ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നവിടെ പറയുന്നു. 48 കോർട്ട് ഫീസ് ഒട്ടുമുദ്രകൾ റദ്ദാക്കൽ എങ്ങനെ റദ്ദാക്കാം എന്നും പറയുന്നു. ഇനി 49 നോ ഡോക്യുമെന്റ് ഷുഡ് ബി രജിസ്റ്റേർഡ് അൺടിൽ ദ രജിസ്റ്ററിംഗ് ഓഫീസർ ഹാസ് thoroughly satisfied himself that it is complete in all particulars as described above in orders 44 and 46 to 48. 44, 46 മുതൽ 48 വരെ ഉള്ള മാനുവൽ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എല്ലാ വ്യവസ്ഥകളും പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം ഒരു സബ് രജിസ്ട്രാർ ഒരു ആധാരം രജിസ്ട്രേഷന് വേണ്ടി തയ്യാറെടുക്കുന്നതിന് മുൻപ് എന്നാണ് ഇതിൽ പറയുന്നത്. ഇതോടെ അധ്യായം 3 പ്രസക്ത ഭാഗങ്ങൾ തീരുകയാണ്. ഇനി നമുക്ക് അധ്യായം 4 കടക്കാം. അടുത്ത ചാപ്റ്റർ 4 മാനുവൽ ഓർഡേഴ്സ് 51 മുതൽ 88 വരെ ഉള്ള മാനുവൽ ഓർഡേഴ്സിനെ കുറിച്ച് പറയുന്നു. ഇതിൽ അധ്യായം 4 കക്ഷിയുടെയും സാക്ഷികളുടെയും വിസ്താരമാണ്. എങ്ങനെ കക്ഷികളെ തിരിച്ചറിയുന്ന കാര്യങ്ങൾ, അവരെ വിസ്തരിക്കേണ്ട കാര്യം എന്താണ്, എങ്ങനെയാണ് വിസ്തരിക്കുക, അവരുടെ ഐഡൻറ്റിറ്റി എങ്ങനെ കണ്ടെത്തും, അവരുടെ അതോറിറ്റി, അതായത് അവർ യഥാർത്ഥത്തിൽ അവർ തന്നെയാണോ, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് വരുന്നവർ അവർ തന്നെയാണോ, ദ ഫാക്ട് ഓഫ് എക്സിക്യൂഷൻ ഈ പ്രതിനിധികളെക്കുറിച്ചും അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്തത് കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അഡ്മിഷൻ ഓഫ് സിഗ്നേച്ചർ അലോൺ വിത്തൗട്ട് നോളജ് ഓഫ് കണ്ടന്റ് ഈസ് നോ അഡ്മിഷൻ ഓഫ് എക്സിക്യൂഷൻ എന്നത് നമ്മുടെ സമ്മതം, നമ്മുടെ അറിവോട് കൂടി അല്ലാതെ ഒപ്പിട്ടാൽ അത് ആധാരത്തിൻ്റെ എക്സിക്യൂഷൻ ആവില്ല എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇനി അടുത്തതായിട്ട് 66D പറയുന്നത് ദ ഡം ആൻഡ് മ്യൂട്ട് നോട്ട് പ്രിവെൻറ്റഡ് ഫ്രം എക്സിക്യൂഷൻ എന്നാണ്. അതായത് ഡംബോ മ്യൂട്ടോ ആയ ആൾക്കാർക്ക് ആധാരം എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നു. അതിന് ചില വ്യവസ്ഥകളുമുണ്ട്, അതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. അടുത്തത് ഈ 56 പറയുന്ന മറ്റൊരു കാര്യമാണ് മൈനർമാർക്കും ആധാരങ്ങൾ ഹാജരാക്കാൻ അർഹതയില്ല. മൈനറായ ഒരാൾക്ക്, അതായത് പ്രായപൂർത്തി ആകാത്ത ഒരാൾക്ക് ആധാരം രജിസ്ട്രേഷന് വേണ്ടി ഹാജരാക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ രക്ഷാകർത്താവോ പ്രതിനിധിയോ ഹാജരാക്കൽ നടത്തേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യങ്ങളാണ്. ഇനി 69 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വിറ്റ്നസ് ടു ബി റെക്കോർഡഡ് വെൻ എക്സിക്യൂഷൻ ഈസ് ഡിനൈഡ്. ഒരു എക്സിക്യൂഷനെ ഒരു ആധാരം എഴുതി കൊടുത്തതിനെ സമ്മതിക്കാതെ വരുന്ന അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന സമയത്ത് വിറ്റ്നസിനെ കൊണ്ട് അതിൻ്റെ സാക്ഷികളെ കൊണ്ടുകൂടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി മേടിക്കേണ്ടതാണ്. 73 തമ്പ് ഇംപ്രഷൻസ് എങ്ങനെയാണ് തമ്പ് ഇംപ്രഷൻ എടുക്കേണ്ടത്, ഏത് വിരലാണ് തമ്പ് ഇംപ്രഷൻ ഉപയോഗിക്കേണ്ടത്, റോൾഡ് ഇംപ്രഷൻ ഫോർ മെൻ ആൻഡ് ഇൻ ദ കേസ് ഓഫ് വുമൺ പ്ലെയിൻ ഇംപ്രഷൻ, അതായത് പുരുഷന്മാരാണെങ്കിൽ തള്ളവിരൽ ഉരട്ടി എടുക്കണമെന്നും സ്ത്രീകളാണെങ്കിൽ അത് പ്ലെയിനായിട്ട് എടുത്താൽ മതി എന്നൊക്കെ പറയുന്ന ഭാഗമാണ്. പിന്നെ ഏത് സാധാരണയായി തമ്പ് ഇംപ്രഷൻ എടുക്കുന്ന 79 പറയുന്നു തമ്പ് ഇംപ്രഷൻ ഓഫ് ദ ലെഫ്റ്റ് തമ്പാണ്, ഇടത് കൈവിരൽ തള്ളവിരൽ പതിപ്പാണ് എടുക്കുന്നത്. ഇത്
ചില സമയങ്ങളിൽ ഇടത് കൈ വിരൽ ഇല്ലാതിരിക്കുകയോ ആ കൈ കൊണ്ട് തമ്പെടുക്കാൻ പറ്റാതിരിക്കുന്ന സമയങ്ങളിൽ മറ്റ് വിരലുകളുടെ തമ്പ് ഇംപ്രഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ നമ്മൾ എഴുതേണ്ട കുറിപ്പുകൾ എല്ലാം ഇതിനെക്കുറിച്ചെല്ലാം ഇതിൽ പറയുന്നു. ഇനി ഇംപ്രഷൻ എടുക്കാത്ത സംഗതികളൊക്കെ ഉണ്ട്. ഈ ഇംപ്രഷൻ എടുക്കാത്ത സംഗതികളിൽ ഇംപ്രഷൻ നിൽ, വിരൽ പതിപ്പില്ല എന്നതും കാരണവും അവിടെ കാണിക്കേണ്ടതാണ് എന്നുകൂടി അതിൽ പറയുന്നുണ്ട്. ഇനി അടുത്തത് 87 രജിസ്ട്രേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് എക്സിക്യൂട്ടഡ് ബൈ ഗവൺമെൻറ് ഓഫീസേഴ്സ് ഓർ സർട്ടൻ പബ്ലിക് ഫങ്ഷണറീസ് ആണ്. ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഓഫീസിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അണ്ടർ സെക്ഷൻ 88 ആണ് ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ടിൻ്റെ 88 പ്രകാരം അവരാരൊക്കെയാണ്, അവരുടെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ 87 പറയുന്നു. അങ്ങനെ 88 വരെയുള്ള മാനുവൽ ഓർഡേഴ്സ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ചാപ്റ്റർ അധ്യായം 5 ആണ്, പുറത്തെഴുത്തുകളുടെ സർട്ടിഫിക്കറ്റ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അധ്യായമാണ് എൻഡോഴ്സ്മെൻറ്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്. നമുക്കറിയാം, ഒരു ആധാരം ഹാജരാക്കി അത് പ്രസൻറ്റേഷൻ, അഡ്മിഷൻ, എക്സിക്യൂഷൻ എന്ന 3 കർമ്മങ്ങളുണ്ട് അവിടെ ചെയ്യാനായിട്ട്. അതെങ്ങനെ ചെയ്യണം, പിന്നെ സിഗ്നേച്ചർ ആൻഡ് അഡീഷൻ ഓഫ് പാർട്ടീസ്, അവരുടെ ഒപ്പ് എങ്ങനെ എടുക്കണം, അവരുടെ അഡീഷൻ, അവരുടെ മറ്റു വിവരങ്ങൾ അതിലെങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ വിറ്റ്നസസിൻ്റെയും അതുപോലെ ഈ കക്ഷികളുടെയും സാക്ഷികളുടെയും ഐഡൻറ്റിഫിക്കേഷൻ, അവരെ എങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ തിരിച്ചറിയണം എന്നുള്ളതും. 105 എൻഡോഴ്സ്മെൻറ്റ് ഓഫ് റെഫ്യൂസൽ ആൻഡ് റിട്ടേൺ, അത് എങ്ങനെയാണ് 105 അത് വിവരിക്കുന്നു. ഇതുപോലെ 89 മുതൽ 106 വരെ ഉള്ള ഈ MOസിൽ നമുക്ക് എൻഡോഴ്സ്മെൻറ്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് എന്ന കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത്. അടുത്തത് ചാപ്റ്റർ 6 എൻട്രീസ് ഇൻ രജിസ്റ്റർ ബുക്സ് ആണ്. രജിസ്റ്റർ പുസ്തകങ്ങളിലെ പതിവുകൾ. ഇത് പൊതുനിർദ്ദേശങ്ങളായിട്ട് നമുക്ക് ജീവനക്കാർക്ക് തരുന്ന നിർദ്ദേശങ്ങളാണ്. അതിൽ ആദ്യം 107 തന്നെ പറയുന്നത് ആധാരങ്ങൾ രജിസ്റ്ററിൽ പെടുത്തുന്ന ഉടനെ തന്നെ പകർത്തൽ തുടങ്ങണം എന്നാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന മഷിയുടെ ക്വാളിറ്റി, അതിൻ്റെ നിറം, നോ ഇങ്ക് അതർ ദാൻ ബ്ലൂ ബാക്ക് ഇങ്ക് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. 109 112 നമ്പറിങ് ഓഫ് വോള്യൂംസ് ആണ്. വോള്യൂംസിനെ എങ്ങനെ നമ്പർ ചെയ്യാം. ഇപ്പോൾ വോള്യൂംസിൻ്റെ പേജുകളിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പുതിയ A4 സൈസ് വോള്യൂംസൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇനി 115 പറഞ്ഞ എൻട്രീസ് ഇൻ രജിസ്റ്റർ ബുക്ക് ആൻഡ് എക്സ്ട്രാക്ട് റീപ്രൊഡക്ഷൻ ഓഫ് ദ ഒറിജിനൽ എന്നാണ്. അതായത് വാല്യങ്ങളിൽ പകർത്തുന്ന ആധാരത്തിൻ്റെ കോപ്പി, മീൻസ് ആധാരത്തോടൊപ്പം ഹാജരാക്കുന്ന കോപ്പി, അത് ആധാരത്തിൻ്റെ ശരി പകർപ്പ് അതുപോലെ തന്നെയുള്ള പകർപ്പായിരിക്കണം. പിന്നീട് അങ്ങനെ 133 ഇതിനിടയിൽ നമ്മൾ ഈ ആധാരം എഴുതുന്നതിനിടയിൽ സ്പേസ് ഇടാൻ പാടില്ല, മറ്റു കാര്യങ്ങൾ, അതുപോലെ ഡിനോഷൻ ഓഫ് കറക്ഷൻ ആൻഡ് സ്കോറിങ്, അതിലെങ്കിൽ വെട്ടുകൾ, തിരുത്തലുകൾ, ഇതൊക്കെ എങ്ങനെ ചെയ്യണം, അതിനെങ്ങനെ മാർക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഈ ആധാരം എഴുതി കഴിഞ്ഞാൽ അത് നോട്ട് എഴുതി എങ്ങനെ തിരികെ കൊടുക്കണം എന്നുള്ള വിവരങ്ങളൊക്കെ അതിലിങ്ങനെ പറയുന്നു. റിട്ടേൺ ടു ദ പ്രസൻറ്റേഷൻ ഓൺ, റിട്ടേൺ ടു നോമിനി ഓൺ, റിട്ടേൺ ടു ത്രൂ പോസ്റ്റ്, ഇങ്ങനെയൊക്കെ ഏത് തരത്തിലൊക്കെ ആധാരങ്ങൾ തിരിച്ചു കൊടുക്കാം, അതെങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ പറയുന്നു. ഇത്തരം കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. നിത്യേന നമ്മൾ ഓഫീസിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അത് വളരെ വിശദമായി തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി അല്ല എങ്കിൽ പോലും പരീക്ഷയ്ക്ക് വേണ്ടി എന്നതിലുപരി നമ്മുടെ ഓഫീസ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളതിലേക്ക് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കണം. ഇനി നമ്മൾ ചാപ്റ്റർ 6 കിടക്കുകയാണ്. അധ്യായം 6. 6-ാം അധ്യായത്തിലെ മറ്റൊരു പ്രസക്തമായ മാനുവൽ ഓർഡറാണ് 135. അതിൽ നമ്മളെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നു. റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കോപ്പിയിസ്റ്റ്, ഇത് പകർത്തി എഴുതുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി,
അതുപോലെ റീഡർ ആൻഡ് എക്സാമിനർ, റീഡർ എന്ത് ചെയ്യണം, എക്സാമിനർ എന്ത് ചെയ്യണം എന്നെല്ലാം AB എന്നിങ്ങനെ 135 പറയുന്നു. ഇനി 136 നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ്സ്, ഡ്യൂപ്ലിക്കേറ്റുകളുള്ള ആധാരങ്ങളെ എങ്ങനെ പകർത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നു. 137 റെക്ടിഫിക്കേഷൻ ആൻഡ് ക്യാൻസലേഷൻ ഡീഡ്സ്, ഈ റെക്ടിഫിക്കേഷൻ ഡീഡ്സിൻ്റെയും ക്യാൻസലേഷൻ ഡീഡ്സിൻ്റെയും കാര്യത്തിൽ പകർത്തി എഴുതൽ എങ്ങനെ ആയിരിക്കണം, അതിന് നോട്ട് എഴുതേണ്ടത് എന്നിവയെക്കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നു. ഇനി സബ് രജിസ്ട്രാർ 138 പറഞ്ഞ സബ് രജിസ്ട്രാർ ഇതിനെയൊക്കെ പരിശോധിച്ച് ഒതൻറ്റിഫൈ ചെയ്യുന്നതിനെ കുറിച്ചാണ്, ഈ എൻട്രികളെയൊക്കെ കുറിച്ച്. ഇനി 145 മാപ്സും പ്ലാൻസും ഇതിൻ്റെ കൂടെ ആധാരത്തോടൊപ്പം സമർപ്പിക്കുന്ന മാപ്പുകളോ പ്ലാനുകളോ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഇതിനകത്ത് പറയുന്നു. 146 ഈ രജിസ്റ്റർ ബുക്സിൽ, രജിസ്റ്റർ പുസ്തകങ്ങളിൽ ചെയ്യേണ്ട കുറിപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. അത് 150 ട്രാൻസ്ക്രിപ്ഷൻ ഇൻ റോങ് ബുക്ക്, തെറ്റായി പകർത്തിയാൽ എന്തു ചെയ്യണം എന്നുള്ള കാര്യവും കൂടി പറയുന്നു. ഇങ്ങനെ ചാപ്റ്റർ 6 107 മുതൽ 150 വരെ ഉള്ള മാനുവൽ ഓർഡേഴ്സിലായിട്ട് നമുക്ക് പൊതുനിർദ്ദേശങ്ങൾ ആണ് രജിസ്റ്റർ പുസ്തകങ്ങളുടെ പതിവുകളെ കുറിച്ച് നൽകിയിരിക്കുന്നത്. ഇനി അധ്യായം 7 ചാപ്റ്റർ 7 MS 151 മുതൽ 184 വരെ, മാനുവൽ ഓർഡേഴ്സ് 151 മുതൽ 184 വരെ. വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു അധ്യായം കൂടിയാണത്. സൂചകപത്രങ്ങൾ, ഈ സൂചകപത്രങ്ങൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പൊതുനിർദ്ദേശങ്ങൾ, ഇതാണ് ഇതിൽ പറയുന്നത്. ഇൻഡെക്സസ് ഇപ്പോൾ ഇത് കമ്പ്യൂട്ടർ ഡാറ്റയായി മാറിയിരിക്കുന്നു. സൂചകപത്രങ്ങൾ നമ്മൾ നേരിട്ട് എഴുതേണ്ട കാര്യമില്ല. ഇതെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഓൺലൈൻ ഡാറ്റകൾ ലഭിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ അത് ഡിറൈവ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് തന്നെ ഈ ഡാറ്റകൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഇൻഡെക്സസിൻ്റെ കാര്യങ്ങളിൽ കൃത്യമായി അവബോധമുള്ളവരായിരിക്കില്ല. എങ്കിലും എക്സാമിനേഷന് വേണ്ടി ഇതെല്ലാം അറിഞ്ഞിരിക്കണം. തന്നെയുമല്ല, ഒരു രജിസ്ട്രേഷൻ വകുപ്പ് ജീവനക്കാരൻ എന്നുള്ള നിലയിൽ സൂചകപത്രങ്ങൾ ഇപ്പോഴും പഴയ ബാധ്യതാ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുമ്പോഴും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് LC, അതുപോലെ വളരെ അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ നമുക്ക് മുൻകാലങ്ങളിലെ തിരച്ചിലുകളിൽ ആവശ്യമായിട്ട് വരുമ്പോഴൊക്കെ ഈ സൂചകപത്രങ്ങളെ തന്നെ ആശ്രയിക്കേണ്ട ഗതി ഇപ്പോഴുമുണ്ട്, ആശ്രയിക്കേണ്ടതായി വരുന്നുണ്ട്. ആയതിനാൽ തന്നെ എന്താണ് സൂചകപത്രങ്ങൾ, എന്താണ് സബ്സിഡറി ഇൻഡെക്സസ് എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ഇൻഡെക്സസ് നമുക്കറിയാം 1, 3, 4 ആണ്. ഇതോടനുസരിച്ച് തന്നെ നമുക്കറിയാം ഇൻഡെക്സ് 1 നമുക്കറിയാം, ഇൻഡെക്സ് 3 നമുക്കറിയാം, ഇൻഡെക്സ് 4 നമുക്കറിയാം. നമ്മൾ ഉപയോഗിക്കുന്ന ബുക്ക് 1, ബുക്ക് 3, ബുക്ക് 4 ഇതിന് തുല്യമാണ്. ഇനി ഇതിൽ വ്യത്യാസമുള്ളൊരു കാര്യം വരുന്നത് ഇൻഡെക്സ് 2 ആണ്. ഇൻഡെക്സ് 2നെ കുറിച്ച് വളരെ വിശദമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഡെക്സ് 2 2 വില്ലേജിലോ ക്ലബ്ബായിട്ട് മറ്റു വില്ലേജുകളിലോ ഒക്കെ കിടക്കുന്ന വസ്തുവെ സംബന്ധിച്ച് ഒക്കെ ഉള്ള രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഈ ഇൻഡെക്സ് 2നെ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ സെക്ഷൻ 30 പ്രകാരമുള്ള ആധാരങ്ങളുടെ രജിസ്ട്രേഷന് ശേഷമുള്ള കാര്യങ്ങൾക്കും ഈ ഇൻഡെക്സ് 2 ഉപയോഗിക്കുന്നു. അതുപോലെ പ്രധാനപ്പെട്ട മറ്റു പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സാണ് ഇൻഡെക്സ് 2. ഇൻഡെക്സ് 2നെ കുറിച്ച് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി സബ്സിഡറി ഇൻഡെക്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അറിയില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ഓഫീസുകളിലും ഈ സബ്സിഡറി ഇൻഡെക്സസ് ഉണ്ടായിരിക്കും. അത് എന്താണ് എന്ന് മനസ്സിലാക്കുകയും അത് 176 പറയുന്ന മാനുവൽ ഓർഡറിൽ പറയുന്ന ഈ സബ്സിഡറി ഇൻഡെക്സസിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ടായിരിക്കുകയും ചെയ്യണം. ഇനി 178 ഈ ഇൻഡെക്സസ് രജിസ്റ്ററിങ് ഓഫീസിൽ എങ്ങനെ സപ്ലൈ ചെയ്യപ്പെടുന്നു, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു, ഈ സബ്സിഡറി ഇൻഡെക്സസ് നിന്നും ആൻഡ് സെറ്റിൽമെൻറ്റ് രജിസ്റ്റേഴ്സ് എന്താണെന്നും ഒക്കെ പറയുന്നുണ്ട്. അതും വിശദമായി നമ്മൾ പുസ്തകം വായിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഇൻഡെക്സുകളെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇൻഡെക്സ് 1നെ കുറിച്ചാണ്. നമ്മൾ ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് മുഖ്യമായും നമ്മൾ ആദ്യമായി നോക്കുന്നത് ഇൻഡെക്സ് 1 ആയിരിക്കും. ഇൻഡെക്സ് 1ലാണ്
ആളുടെ പേര്, വീട്ടുപേര് എന്നീ അടിസ്ഥാനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കും. അതുപ്രകാരമാണ് നമ്മൾ മറ്റു സെർച്ചുകളിലേക്ക് പോകുന്നത്. അതുപോലെ ഒരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആധാരങ്ങൾ, അതായത് ലിസ്റ്റ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് ഇൻഡെക്സ് 1-ലാണ്. ഇൻഡെക്സ് 2-ൽ വില്ലേജ് സംബന്ധമായി ആ വസ്തു എവിടെ കിടക്കുന്നു, അത് എത്ര സെൻറ്റ് ഉണ്ട്, അത് എഴുതി കൊടുത്ത ആൾ, എഴുതി വാങ്ങിയ ആൾ, അതിൻ്റെ വില, മറ്റു വിവരങ്ങളൊക്കെ അതിനകത്ത് കാണുന്നതാണ്. ഇനി ഈ ബുക്ക് 3, ബുക്ക് 4 എന്നിവ ഇൻഡെക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ മെമ്മോകൾ അയച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ പിന്നീട് പറയുന്നുണ്ട്. ഈ ബുക്ക് 3 ഇൻഡെക്സും ബുക്ക് 4 ഇൻഡെക്സും ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ ഫയൽ വോള്യത്തിൽ രേഖപ്പെടുത്തേണ്ട കോടതി ഡിഗ്രികളും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ ഈ ഇൻഡെക്സുകളിൽ നോട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇനി അധ്യായം 8-ആണ്. അധ്യായം 8 പകർപ്പുകളും മെമ്മോകളും. വളരെ പ്രധാനപ്പെട്ട തന്നെ മറ്റൊരു ഭാഗമാണിത്. ഇത് മാനുവൽ ഓർഡർ 185 മുതൽ 203 വരെ ഉള്ള ഭാഗങ്ങളിൽ വിശദീകരിക്കുകയാണ്. എങ്ങനെയാണ് മെമ്മോകൾ തയ്യാറാക്കുക, പകർപ്പുകൾ എങ്ങനെ ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് അത്യാവശ്യമെങ്കിൽ കൈമാറുന്നു, ദൈർഘ്യമുള്ള ആധാരങ്ങളെ സംബന്ധിക്കുന്ന മെമ്മോകൾ തയ്യാറാക്കുന്നത് എങ്ങനെ. ഇനി ഏതാനും ഭാഗം കേരളത്തിലും മറ്റൊരു ഭാഗം മറ്റൊരു സംസ്ഥാനത്തും ആയി നടന്നാൽ നമ്മൾ എങ്ങനെ മെമ്മോ കൈമാറും. അതുപോലെ മെമ്മോകൾ രജിസ്ട്രാർക്കോ സബ് രജിസ്ട്രാർക്കോ അതാത് സംഗതികളിൽ എങ്ങനെ അയക്കണം എന്നുള്ള കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഇങ്ങനെ വിവരിച്ചു പോരുന്നു. ഇതിൽ 186(b)-യിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മെമ്മോറാണ്ടം രജിസ്ട്രാർക്കും സബ് രജിസ്ട്രാർക്കും എങ്ങനെ അയച്ചു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യം എങ്ങനെയാണ് അയച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ബുക്ക് 3, ബുക്ക് 4-ൻ്റെ കാര്യത്തിൽ നമ്മൾ ഫീസ് വാങ്ങാതെ തന്നെ ഈ മെമ്മോകൾ പാരൻ്റൽ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. അത് 188(b)-യിലാണ് മെമ്മോറാണ്ടം വിത്തൗട്ട് ലെവി ഫീ എന്ന് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളിൽ ഈ പകർപ്പുകളും മെമ്മോകളും, ഇപ്പോൾ മെമ്മോ ഓൺലൈനായിട്ട് അയക്കുന്ന സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ്. എങ്കിലും യഥാസമയം മെമ്മോകൾ അയച്ചു കൊടുക്കാത്തതിലും അത് കയ്യേൽക്കാത്തതിലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ധാരാളമായി നമ്മൾ കണ്ടുവരുന്നുണ്ട്. ആയതിനാൽ ഇതും വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു ഭാഗമാണ്. കൃത്യമായി ഈ രജിസ്ട്രേഷൻ നിയമങ്ങളുടെ ലക്ഷ്യങ്ങളുടെ ഫലപ്രാപ്തിക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ കോപ്പീസ് ആൻഡ് മെമ്മോറാണ്ട എന്ന ഭാഗം. നമ്മളിപ്പോൾ മാനുവൽ ഓർഡർ 1 മുതൽ 203 വരെയുള്ള മാനുവൽ ഓർഡേഴ്സ് വളരെ വേഗത്തിൽ എത്തിനോക്കിപ്പോയി ഇരിക്കുകയാണ്. ഈ 949 മാനുവൽ ഓർഡേഴ്സാണുള്ളത്. ഈ മാനുവൽ ഓർഡേഴ്സ് ആദ്യമേ ഏറ്റവും അവസാനമായിട്ട് 1981 അതിലൊരു ഇംഗ്ലീഷ് പതിപ്പ് ഇറങ്ങുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഈ മാനുവൽ ഓർഡർ പരിഷ്കരിക്കുന്നതിന് വേണ്ടി ഒരു ബൃഹത്തായ കമ്മിറ്റി രൂപീകരിക്കുകയും അവരത് തയ്യാറാക്കി അതിൻ്റെ കരട് സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയാണ്. നമുക്കെന്തായാലും അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് ആ സർക്കാർ പുസ്തകം കയ്യിൽ കിട്ടുമെന്ന് പ്രത്യാശിക്കാം. നമ്മൾ ഈ പുസ്തകത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണെങ്കിലും പരീക്ഷയ്ക്ക് നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് റഫറൻസ് ബുക്സാണ്. അതായത് നമ്മളിത് കാണാപ്പാഠം പഠിച്ച് എഴുതേണ്ട ഒന്നുമല്ല. ഈ നിയമങ്ങളെ നമുക്ക് അറിയുവാനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ റെഫർ ചെയ്യുവാനും എങ്ങനെ അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് ഈ ടെസ്റ്റുകളിൽ നിന്ന് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആയതിനാൽ തന്നെ ഈ പുസ്തകത്തിൻ്റെ ഇൻഡെക്സസ്, അധ്യായങ്ങൾ, ഇന്ന കാര്യങ്ങൾ ഇന്ന ഭാഗങ്ങളിൽ വരുമെന്നുള്ള
ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണമെങ്കിൽ ഇതിൻ്റെ ഇൻഡെക്സ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കോപ്പീസ് ആൻഡ് മെമ്മോറാണ്ട എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഇന്ന ഭാഗത്തായിരിക്കാം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണമെങ്കിൽ പുസ്തകവുമായി ചെറിയ പരിചയം ഉണ്ടാകണം. അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് കഴിയുന്നത്ര സമയങ്ങളിൽ മറ്റുള്ളവരുടെ ഫോൺ നിർദ്ദേശങ്ങൾ കേൾക്കാതെ, മീൻസ് നമുക്ക് സംശയമുള്ളപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ അറിയുന്നതോടൊപ്പം തന്നെ അവരോട് ഇത് സാർ എവിടെയാണ് ഉള്ളത്, എവിടെയാണ് ഉണ്ടാകുക, മാനുവൽ ഓർഡറിലാണോ, മാനുവൽ ഓർഡറിൽ എവിടെയാണ്, ആക്റ്റിൽ എവിടെയാണ്, സ്റ്റാമ്പിൽ എവിടെയാണ് എന്ന് ചോദിച്ചറിഞ്ഞ് അത് വായിച്ച് നോക്കി നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇതുപോലെയുള്ള എല്ലാ പരീക്ഷകളും നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ച് എഴുതുവാൻ പറ്റും. ഞാൻ ഇത്ര നേരം നിങ്ങളുടെ മുൻപിൽ നടത്തിയത് വളരെ വേഗത്തിലുള്ള ഒരു പുസ്തക പരിചയം മാത്രമായി കണ്ടാൽ മതി. മാനുവൽ ഓർഡർ വിഷയത്തിൽ പ്രഗത്ഭരായ ഫാക്കൽറ്റീസ് നടത്തുന്ന ക്ലാസ്സുകൾ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനു മുൻപേ പുതിയ ആൾക്കാർക്കായി, അതായത് ഇപ്പോൾ പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന വകുപ്പിനെ കുറിച്ച് വളരെ അഗാധമായ ജ്ഞാനമില്ലാത്തവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ലളിതമായി ഈ പുസ്തകത്തിനെ പരിചയപ്പെടുത്തുക എന്ന എളിയ കർത്തവ്യമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആയതിനാൽ ഈ പുസ്തകത്തിനെക്കുറിച്ച്, ഈ പുസ്തകങ്ങളെക്കുറിച്ച്, ഈ രജിസ്ട്രേഷൻ മാനുവൽ ഓർഡേഴ്സിനെ കുറിച്ച് മറ്റു വരുന്ന ക്ലാസ്സുകൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരും പുസ്തക പരിചയം, പുസ്തകം ഒന്ന് വായിച്ചു നോക്കുക. അതിൻ്റെ ഇൻഡെക്സുകൾ കഴിയുന്നത്ര നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിൽ, കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ അതിനോട് ഒരു അടുപ്പമുണ്ടാക്കിയെടുക്കുക. ഇത്രയും നേരം ക്ലാസ് ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദിയുണ്ട്. ഇന്നത്തെ ഈ ക്ലാസ്സിന് വേണ്ടി എന്നോട് സഹകരിച്ച ശ്രീ TL കൃഷ്ണകുമാർ, അതുപോലെ തന്നെ വേണ്ട ഉപദേശങ്ങൾ തന്ന മുഹമ്മദ് നജീബ് സാർ, ശ്രീ MA റിയാദ്, അതുപോലെ ഇതിൻ്റെ വീഡിയോ മറ്റു കാര്യങ്ങൾക്കായി സഹകരിക്കുന്ന ശ്രീ ഫൈസൽ എന്നിവരോടും എനിക്കുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നന്ദി. ഗുഡ് ലക്ക്.